സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടത്തിൽ വീണ്ടും ആശങ്കയിലായി ജനങ്ങൾ. സ്വർണം വാങ്ങാനും വിൽക്കാനും വരുന്നവർക്ക് നല്ല പണിയാണ് കിട്ടിയത്. ഇപ്പോഴിതാ വില വർധനവിൽ സ്വർണത്തെ പൂർണ്ണമായും കൈവിടുന്ന ട്രെൻഡിലേക്ക് മാറിയിരിക്കുകയാണ് സാധാരണക്കാർ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുത്തനെയുള്ള വർധനവായിരുന്നു കഴിഞ്ഞ മാസമൊക്കെ രേഖപ്പെടുത്തിയത്. ജനുവരി 1-ന് 99,040 രൂപയിൽ തുടങ്ങി മാസാന്ത്യം, അതായത് ജനുവരി 31-ന് അത് 1,17,760 ഉയർന്നു. ഒറ്റ മാസം കൊണ്ട് ഏകദേശം 18.9% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഒറ്റയടിക്ക് 18,720 രൂപയാണ് പവന് വർദ്ധിച്ചതും. ജനുവരി 29 രാവിലെ 1,31,160 എന്ന റെക്കോർഡിലെത്തിയ സ്വർണം പിന്നാലെ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 30 മുതലാണ് സ്വർണത്തിന് ഇടിവ് രേഖപ്പെടുത്തി തുടങ്ങിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസമൊക്കെ സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴും 1,00,000-ന് മുകളിൽ തന്നെയാണ് സ്വർണ്ണവില നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഇടിവിൽ കാര്യമായ പ്രതീക്ഷ വേണ്ടെന്നും വിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ഈ വർഷം തന്നെ പവന് 2,00,000 വില എത്താനുള്ള സാധ്യത തന്നെ തള്ളിക്കളയാനാകില്ലെന്നാണ് വ്യക്തമാക്കിയത്. അതേസമയം വില കുതിച്ചുയർന്നതോടുകൂടി ആളുകൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതും കുറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു പവൻ 1,00,000 രൂപ എന്നത് തന്നെ താങ്ങാവുന്നതിലും അധികമാണ്. കുറഞ്ഞ ക്യാരറ്റ് ആഭരണങ്ങൾ പരീക്ഷിക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ടെങ്കിലും 22 ക്യാരറ്റിനേക്കാൾ ഇവയ്ക്ക് പണിക്കൂലിയുമുണ്ട്. അതുകൊണ്ട് അതും ഭാരം കൂടുതലാണ്. മാത്രമല്ല, കുറഞ്ഞ ക്യാരറ്റ് ആഭരണങ്ങൾ പിന്നീട് വിൽക്കുമ്പോൾ അവയ്ക്ക് ഉയർന്ന വിലയും ലഭിക്കില്ല. ലക്ഷങ്ങൾ നൽകുകയും വേണം. എന്നാൽ തിരിച്ച കാര്യമായ ലാഭം കിട്ടില്ലെന്നിരിക്കെ കുറഞ്ഞ ക്യാരറ്റ് ആഭരണങ്ങൾ വെറും നഷ്ടക്കച്ചവടമാണെന്നാണ് ചിലവരുടെ പക്ഷം. എന്തായാലും വില വർധനവിൽ സ്വർണത്തിന്റെ പൂർണ്ണമായും കൈവിടുന്ന ട്രെൻഡിലേക്കാണ് സാധാരണക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കടക്കം സ്വർണത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളാണ് ഇപ്പോൾ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. പല പെൺകുട്ടികളും സ്വർണത്തോട് നോ പറഞ്ഞു കഴിഞ്ഞു. വിവാഹ ദിവസം അല്പസമയത്തേക്ക് മാത്രമാണ് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്നത്. അതിനെന്തിനാണ് ലക്ഷങ്ങൾ ചിലവഴിക്കുന്നത് എന്നുള്ള ചിന്തയിലാണ് ആളുകളും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.